ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മിക്സ്ചറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മിക്സ്ചർ, അതായത് നമുക്ക് വൈകുന്നേരം ചായക്കൂട്ടലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചർ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഈ മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ അപ്പക്കാരം കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം എല്ലാ സൈഡിലോട്ടേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊരു ബാറ്റർ ആക്കി എടുക്കണം. അതായത് നമ്മൾ ദോശക്കൊക്കെ മാവ് ഉണ്ടാക്കി എടുക്കില്ലേ, അതുപോലെ. പക്ഷെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല. അതിനനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി വെള്ളം കൂടിപ്പോയാലും സാരമില്ല, അതിനനുസരിച്ചിട്ട് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് എന്തായാലും നമുക്ക് കടലമാവിൻ്റെ ഒരു കളർ ഉണ്ടാവും, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ് ആണോ കട്ടിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതുപോലുള്ള ഒരു അരിപ്പ കയ്യിലെടുക്കുക. അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തുന്നത് പോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ താഴ്ഭാഗത്തൂടെ ഉറ്റി വീഴുവാണെങ്കിൽ, അതായത് ചെറിയ ഡ്രോപ്പ് ആയിട്ട് വീഴുകയാണെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പം ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡിലൂടെ ഒന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. 1 മിനിറ്റ് ഒന്നും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റിൽ കുറവ് മതിയാവും. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിം അപ്പോൾ കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ തീ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്കൂട്ടലിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിറ്റേന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ക്രിസ്പിനെസ് എന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു മിക്സ്ചറാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റൂലേ. നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കടലമാവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആ എണ്ണയിലോട്ടേക്ക് 1 കപ്പ് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള കടലയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കടലയുണ്ടല്ലോ, അതാണിത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിനെ എണ്ണയിലിട്ട് ചൂടാവാനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനോ ഇല്ല. കുറച്ച് സമയം, ഒരു ലൈറ്റായിട്ട് അതിൻ്റെ കളർ മാറി വരുന്ന പോലെ നമുക്ക് തോന്നും. ആ സമയമാകുമ്പോഴേക്കും ഇത് കോരി മാറ്റണം, അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് കറുത്തു പോയിട്ട് കഴിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കടലയും കൂടെ ഇതിലോട്ടേക്ക് ഞാൻ വറുത്തിടുവാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓയിൽ ഉണ്ടല്ലോ, അതിലോട്ടേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ, ഒന്ന് കറുമുറ എന്നുള്ള ഒരു സംഭവം ആവുന്നത് വരെ, അപ്പോൾ അതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് കോരിയിട്ട് നമുക്ക് ഈ മിക്സറിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബൂന്തി മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കറുമുറ എന്നുള്ളൊരു മിക്സ്ചറാണിത്. വൈകുന്നേരം നമുക്ക് നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മിക്സ്ചറാണ്. നല്ല മധുരമുള്ള കട്ടൻ ചായയും അതിൻ്റെ കൂടെ തന്നെ ഈ മിക്സ്ചറും കൂടെ കഴിക്കുകയാണെങ്കിൽ അസലായിരിക്കും. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. വീണ്ടും കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്തിട്ട് വെക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.